കർത്താവേ, അവിടുന്ന് എൻ്റെ ജീവൻ്റെ ജീവനാണ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത് ഇവിടെയുള്ള ആൾക്കാരെ കാണാനല്ല. ഹല്ലേലൂയ. ഇവിടെ നല്ല നല്ല സാരികളും ഹല്ലേലൂയ നല്ല നല്ല സ്കാർഫും നല്ല വാച്ചും ഒക്കെ കെട്ടിയിരിക്കുന്നതായ സുന്ദരിമാരായ സഹോദരിമാരെ കാണാനല്ല വന്നേക്കുന്നത്. സുന്ദരിമാരായ സഹോദരിമാരെ കാണാനല്ല വന്നേക്കുന്നത്. നമ്മുടെ ജീവന്റെ ജീവനായ ഹല്ലേലൂയ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനാണ്. രാജ്യങ്ങൾ കൂടെ കടന്നു വരണം. ഇതൊക്കെ ഓർത്തപ്പം ഞാൻ ടിക്കറ്റ് ഫെയർ ഒത്തിരി ഹൈ ആണ്. ഇതെല്ലാം പറഞ്ഞ് ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഞാൻ മാറുവാനായിട്ട് ശ്രമിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യത്തെ കൺഫർമേഷൻ കിട്ടി. 2 ദിവസത്തിനുള്ളിൽ 3ാമത്തെ കൺഫർമേഷൻ വരെ കിട്ടി. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബിനിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ബിനി, ഈ വർഷം വരുവാൻ ദൈവാത്മാവിനോട് പറയുന്നു. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത് ഒരാഴ്ച മുമ്പാണ്. പക്ഷേ ഞാൻ ഒരാഴ്ച എടുത്തു ബിനിയെ വിളിച്ച സമയത്ത് ബിനി എന്നോട് പറഞ്ഞു, ആൻറ്റി കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നെങ്കിൽ ആൻറ്റി ആയിരുന്നതിന് മെയിൻ സ്പീക്കർ എന്ന് പറയാൻ കൊണ്ടിടയായി. ദൈവമക്കളെ, കർത്താവ് പറയുന്നുണ്ടെന്ന് എടുത്ത് ചാടിയില്ലെങ്കിലും ഉണ്ടല്ലോ. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞു, എങ്കിലും ആൻറ്റി വാ, ഞാൻ 20 മിനിറ്റ് എനിക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 20 എങ്കിൽ 20. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഹല്ലേലൂയ 20 മിനിറ്റ് അല്ല, 1 മിനിറ്റ് തന്നാലും ദൈവമക്കളെ ചാടി എഴുന്നേൽക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകല മാനവും മഹത്വം ഞാൻ ദൈവത്തിന് നൽകി തരികയാണ്. എന്നെ ഇത്രത്തോളം ഈ മിനിസ്ട്രിയിൽ വളർത്തിക്കൊണ്ട് വന്നത് എൻ്റെ മറിയാമ്മ ആൻറ്റിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അനേക വർഷങ്ങൾക്ക് മുൻപേ ദൈവത്തിൻ്റെ ആത്മാവ് 25, 30, 40 വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. മിനിസ്ട്രിയെ പറ്റി പല പ്രാവശ്യങ്ങൾ സംസാരിച്ചു. ഒത്തിരി ഡ്രീംസ് എന്നോട് ദൈവം കാണിക്കുവാനിടയായി. ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ പറയാൻ തക്കണിടയായി, കർത്താവ് ഇതെങ്ങനെ നടക്കാനാ? ഹല്ലേലൂയ. എനിക്ക് വിശ്വസിക്കാനൊക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ആ സമയത്ത് ഹല്ലേലൂയ ഒരു ദിവസം ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞു, ഇനി എന്നോട് മേലാൽ മിനിസ്ട്രിയെ പറ്റി സംസാരിക്കില്ല. കർത്താവ്, ഞാൻ മിനിസ്ട്രിക്ക് സപ്പോർട്ട് ചെയ്യാം, അനേക യുവതികളെ ട്രെയിൻ ചെയ്തൊക്കെ ചെയ്യാം, പക്ഷേ എന്നോട് ഈ കാര്യത്തിൽ കർത്താവ് എന്നോട് സംസാരിക്കില്ലേ, എനിക്കൊക്കത്തില്ല കർത്താവ്, എൻ്റെ സാഹചര്യങ്ങൾ എന്നെ അനുവദിക്കുന്നല്ല എന്ന് പറഞ്ഞ സമയത്ത്, ആ സമയത്ത് എൻ്റെ മറിയാമ്മ ആൻറ്റി എൻ്റെ ഭവനത്തിൽ അന്ന് വൈകിട്ട് ഞങ്ങൾ ഡിന്നർ കൊടുക്കാനായിട്ട് ആൻറ്റിയും അങ്കിളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം വിളിക്കുവാൻ തക്കൊണ്ട് ആ സമയത്ത് ഹല്ലേലൂയ നമ്മൾ ഏത് സമയത്ത് ഗിവപ്പ് ചെയ്യുന്നോ ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കർത്താവ് ഒരു താല്പര്യം ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു ശുശ്രൂഷ നിനക്ക് വേണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ, ദാവീദേ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഇവരെന്നോട് ക്വാളിഫിക്കേഷനെ പറ്റി എന്ത് പറയണം, എന്നെ പറ്റി എന്ത് പറയണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഇതാണ്, പക്ഷെ ഞാൻ അതിനകത്ത് എഴുതിയില്ല. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞത് ഇതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ ഒരു കാലത്ത് മേയിച്ചുകൊണ്ട് നടന്നപ്പോൾ ഒരു സിംഹം ഹല്ലേലൂയ എൻ്റെ ആട്ടിൻകുട്ടിയുടെ നേരെ പാഞ്ഞു വന്നു. ഹല്ലേലൂയ. ഞാൻ അതിനെ പിടിച്ച് വലിച്ച് കീറിക്കളഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ആ ഒരു ക്വാളിഫിക്കേഷനെ എനിക്കിന്ന് പറയാനുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലെ, കഷ്ടം അനുഭവിക്കുന്ന നിൻ്റെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ ശത്രു നിന്നെ മുടിച്ചു കളയുവാൻ, കീറിക്കളയുവാൻ കടന്നു വരുമ്പോൾ അതിനിടയിൽ നിന്ന് ഹല്ലേലൂയ ആട്ടിൻകുട്ടിയെ പിടിച്ചെടുക്കുന്ന ശുശ്രൂഷയാണ് ദൈവമക്കളായ നമ്മൾക്കെല്ലാം ദൈവം തന്നിരിക്കുന്നത്. അതിന് യാതൊരു വ്യത്യാസവുമില്ല. ഹല്ലേലൂയ. ഇന്ന് ആ ഫോക്കസ് ഒക്കെ മാറിപ്പോയി. ഹല്ലേലൂയ. കൂടുതൽ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ സമയത്ത് വളരെ ഭാഗ്യവതിയാണ്. ഹല്ലേലൂയ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലിയാണിത്. ഹല്ലേലൂയ. ബിനുവും ബിജുവും പ്രത്യേകിച്ച് ഹ്യൂസ്റ്റണിൽ വരുമ്പോൾ എന്നെ വിളിക്കാതെ പോകത്തില്ല. എങ്ങനെയെങ്കിലും ഞങ്ങൾ കണ്ടുമുട്ടാൻ ശ്രമിക്കും. ചിലപ്പോൾ കാണാൻ സാധിക്കത്തില്ലെങ്കിലും പലപ്പോഴും ബിജു കടന്നു വരുമ്പോൾ എന്നോട് പറയുന്നൊരു വാചകമുണ്ട്, ആൻറ്റി എനിക്കൊരു കഞ്ഞിയും പയറും മാത്രം മതി. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ഞാനത് ഒരു പ്രാവശ്യം ലേക്ക്വുഡ് ചർച്ചിൽ ഈ ബിജു വന്നപ്പം അത് ഉണ്ടാക്കിക്കൊണ്ട് പ്ലേറ്റിനകത്ത് അവിടെ കൊണ്ട് കൊടുക്കാത്ത കൊണ്ടിടയായി. വീട്ടിലേക്ക് വരുവാനുള്ള സമയമില്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവമക്കൾ അത്രമാത്രം ക്ലോസ് ആണ്. എൻ്റെ മറിയാമ്മ ആൻറ്റി എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഹല്ലേലൂയ ആൻറ്റി എന്നോട് പറയും, എനിക്ക് ഇഷ്ടപ്രകാരം എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യാൻ കഴിയാൻ ഒക്കുന്ന ഒരു ഭവനമാണ് ഈ ഭവനം. ഹല്ലേലൂയ. ആൻറ്റി കടന്നു വരുമ്പോൾ ആൻറ്റി തന്നെ കുക്ക് ചെയ്ത് ഹല്ലേലൂയ. ഞാനിവിടെ കടന്നു വരുമ്പോൾ ഞാൻ ഇന്ന് വളരെ മിസ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ഒരു അമ്മയെ പോലെ. ഹല്ലേലൂയ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടതായ ഏതെല്ലാം ഫുഡുകളുണ്ടോ അതെല്ലാം താനെ സ്വന്തം കൈകൊണ്ട് ഹല്ലേലൂയ ഒരുക്കി വെക്കുന്ന ഒരു ആൻറ്റി ആയിരുന്നു എൻ്റെ ആൻറ്റി. ഹല്ലേലൂയ. സ്തോത്രം. ബിനി, ബീന ഇവരെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ട
മക്കളാണ്. ഹല്ലേലൂയ. ഇവരെല്ലാം ഇരിക്കുന്ന പ്രത്യേകിച്ച് ഈ ബിനി ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മറിയാമ്മ ആൻറ്റി നടക്കുന്നത് പോലെ തന്നെ, മറിയാമ്മ ആൻറ്റിയുടെ മുഖച്ഛായ തന്നെ. ഹല്ലേലൂയ. മറിയാമ്മ ആൻറ്റി ഇവിടുന്ന് പോയിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. മോശ മരിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവം യോശുവയെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശുശ്രൂഷ നിന്നു പോകുന്നതല്ല. ഹല്ലേലൂയ. അത് തലമുറയായി. ഹല്ലേലൂയ. ദൈവമേ, നീ എൻ്റെ സങ്കേതമാകുന്നു. തലമുറയായി നീ ഹല്ലേലൂയ ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ നിന്റെ മക്കൾ എഴുന്നേൽക്കും. ആരെങ്കിലും ഒരാളെ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഈ മിനിസ്ട്രി കണ്ടിന്യൂ ചെയ്യും, ഇത് നിന്നു പോകുകയില്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയാറുണ്ട്. ഹല്ലേലൂയ. ഞാനൊരു ചെറിയ പ്രെയർ മിനിസ്ട്രിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹല്ലേലൂയ. എങ്കിലും ഞാൻ എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാ സഹോദരിമാരോടും പറയാറുണ്ട്, നമ്മളുടെ കാലശേഷം നമ്മുടെ മക്കൾ ഇത് നടത്തും. ഹല്ലേലൂയ. ദൈവം തുറന്ന ഉറവ അത് കണ്ടിന്യൂ ചെയ്യും. ഹല്ലേലൂയ. ദൈവം തുറക്കാത്തതൊക്കെ അടഞ്ഞു പോകും. ഹല്ലേലൂയ. എന്നാൽ ദൈവം തുറന്നത് നിലനിൽക്കും. ഹല്ലേലൂയ. ഇന്ന് കൂടുതൽ പറഞ്ഞ് ഹല്ലേലൂയ സമയം പോവുകയാണല്ലോ. ഹല്ലേലൂയ. എങ്കിലും എന്നെ സന്തോഷിപ്പിക്കും. എൻ്റെ മറിയമ്മ ആൻറ്റി ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. കടന്നു വന്നപ്പം ഒരു കെട്ട് മരുന്നുമായിട്ട് വളരെ വേദനയായിട്ട്, വയറ്റിന് വളരെ വേദനയായിട്ടാണ് വന്നത്. എൻ്റെ വീട്ടിൽ ഉപവാസത്തിൽ 2 ദിവസം ഇരുന്ന് എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആൻറ്റി കടന്നു വന്നു. വളരെ സിക്കായിട്ടാണ് ആൻറ്റി. ഞാൻ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തപ്പോൾ തൊട്ട് പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റിയുടെ വേദനയും വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനൊക്കത്തില്ലത്. ഹല്ലേലൂയ. ഞാൻ ആൻറ്റിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. കൈവച്ച് പ്രാർത്ഥിച്ച ആ നിമിഷം ആൻറ്റിയുടെ വേദന മാറി. ഹല്ലേലൂയ. 1 വർഷം കഴിച്ച് പിന്നെ ആൻറ്റിയെ മെഡിസിനും ഒന്നും എടുത്തില്ല. എന്നോട് പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞതാ പോകണ്ടെന്നെങ്കിലും ഞാനിങ്ങി പോരുന്നു എന്ന് പറയാൻ തക്കൊണ്ടിടയായി. ഹല്ലേലൂയ. 1 വർഷം കഴിഞ്ഞപ്പോൾ ആൻറ്റി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, മകളെ നീ അന്ന് പ്രാർത്ഥിച്ചില്ലേ, ഞാൻ സ്കാൻ ചെയ്തപ്പോൾ ഹല്ലേലൂയ എനിക്ക് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന യാതൊരു കാര്യവുമില്ലെന്ന് ഡോക്ടർ പറയുവാൻ തക്കൊണ്ടിടയായി. ഹല്ലേലൂയ. ദൈവമക്കളെ പെട്ടെന്ന് സൗഖ്യം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പല സ്ഥലങ്ങളിൽ എനിക്ക് എൻ്റെ ആൻറ്റിയുടെ കൂടെ, ഞാൻ അന്ന് വളരെ വിഷമിച്ചിരുന്ന സമയത്തിൽ ആൻറ്റി എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ നീ ഇതെല്ലാം വിട്ടച്ച് നീ എന്നോട് കൂടെ വാ, ഞാൻ നിന്നെ ഒരു ഹല്ലേലൂയ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോവാം, നീ മിനിസ്ട്രി ഉള്ള ആളാണ്, നീ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല എന്ന് പറഞ്ഞ് എന്നെ എൻകറേജ് ചെയ്ത ഹല്ലേലൂയ അന്ന് ശുശ്രൂഷയ്ക്ക് എന്നെ പ്രാർത്ഥിച്ചാക്കിയത് എൻ്റെ ആൻറ്റിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ വളരെ സന്തോഷിക്കുന്ന, ആൻറ്റി ആ ദിവസം എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചിന്തിക്കാറുണ്ട് ഇന്ന് എൻ്റെ ഗതിയായി എന്തായിത്തീർന്നു. കാര്യം ഞാൻ ഗിവപ്പ് ചെയ്ത വ്യക്തിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ ഇവിടേക്ക് പ്രാർത്ഥിച്ചയച്ച എൻ്റെ പ്രിയ പാസ്റ്റർ KC ചാക്കോയും അതുപോലെ തന്നെ എൻ്റെ സഭയും എൻ്റെ പുറകിലുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഹല്ലേലൂയ സഹോദരിമാർ എൻ്റെ ഇവിടെ 2-3 സഹോദരിമാർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് ഹല്ലേലൂയ നമ്മളെ അയക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, നമ്മൾക്ക് വേണ്ടി ഇടയിൽ നിൽപ്പാൻ ദൈവം ജനങ്ങളെ ഒരുക്കും. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പെട്ടെന്ന് വചനത്തിലേക്ക് പോകാം. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 16-ാം വാക്യം, 16-ഉം 17-ഉം 18-ഉം വാക്യങ്ങൾ ആരെങ്കിലും. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ആ 15-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇനി 8 തൊട്ട് 13 വരെ വാക്യം കൂടെ വായിക്കാം. നമ്മുടെ കുറിവാക്യമാണ് ഞാൻ ആദ്യം വായിച്ചത്, അത് മനസ്സിൽ വെച്ചോണം. ഹല്ലേലൂയ. 8-ന്റെ 14 വരെ. ഹല്ലേലൂയ. അതുകൂടെ. അനന്തരം അരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. ഇന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവൻ തൻ്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു.
എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട്, ഇന്ന സ്ഥലത്തുകൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്ക, അരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ അവൻ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യവുമല്ല തന്നെത്താൻ രക്ഷിച്ചത്. ഇത് ഹേതുവായി അരാം രാജാവിൻ്റെ മനസ്സ് ഏറ്റവും കലങ്ങി. അവൻ ഭൃത്യന്മാരെ വിളിച്ച് അവരോട്, നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിൻ്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. അവൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, യജമാനനായ രാജാവേ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുവീൻ. ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കും എന്ന് അവൻ കൽപ്പിച്ചു. അവൻ ദോഥാനിൽ ഉണ്ടെന്ന് അവന് അറിവ് കിട്ടി. അത് മതി. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ആദ്യം വായിച്ചത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ ദൈവം എനിക്ക് തന്ന സബ്ജക്റ്റ്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ മെസ്സേജസും ഉണ്ട്. കഴിഞ്ഞ ഒരു 40 വർഷം 30 വർഷക്കാലം വളരെ പ്രയാസത്തിൽ കൂടെ കഷ്ടത്തിൽ കൂടെ കടന്നുപോയപ്പോൾ ഓരോ ദിവസവും ദൈവം എനിക്ക് മെസ്സേജ് തരുമായിരുന്നു. ഞാൻ അതെല്ലാം കുറിച്ചിട്ടതായ ബുക്കുകൾ 2, 3 ഒക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും തിരിഞ്ഞു നോക്കാറില്ല. കാരണം എന്താണെന്നുള്ള ദൈവത്തിൻ്റെ വചനം എന്നും പുതുതാണ്. ഹല്ലേലൂയ. ഇന്നിവിടെ എന്താണ് സംസാരിക്കേണ്ടതെന്ന് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ച് ചോദിച്ചപ്പോൾ കർത്താവ് തന്ന വചനമാണിത്. ഹല്ലേലൂയ. ഒരു ടൈറ്റിൽ ഞാൻ കൊടുക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, എൻ്റെ കണ്ണ് തുറക്കണമേ, ഞാൻ കാണേണ്ടതുപോലെ കാണുവാൻ, നീ കാണുന്നത് പോലെ കാണുവാൻ കർത്താവേ എൻ്റെ കണ്ണ് തുറക്കണമേ. നമുക്ക് നെഞ്ചത്ത് കൈവച്ചെന്ന് പറയാം. ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് കാണുന്നത് പോലെ കാണുവാൻ, ഞാൻ കാണേണ്ടതുപോലെ കാണുവാൻ എൻ്റെ കണ്ണൊന്ന് തുറക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. കാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദൈവമക്കളെ. ഹല്ലേലൂയ. 2 പേർ ഒരു മുറിയിൽ ഒരു സ്ഥലത്ത് വസിക്കുന്നു. ഹല്ലേലൂയ. ഒരാൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എന്താണ് കാണുന്നത്? ഞാൻ ഈ വചനം പിന്നെയും വായിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം അങ്ങ് വായിച്ചത്. അതുകൊണ്ട് ഞാൻ ഈ മെസ്സേജിലേക്ക് കടക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഈ ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിശായും ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ ശിഷ്യനായ ഗേഹസിയും 2 പേരും ഒരു ഭവനത്തിൽ വസിക്കുന്നു, ഒരു സഭയിൽ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസനെ ശുശ്രൂഷ ചെയ്യുന്നതായ വ്യക്തിയാണ് ഗേഹസി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ, അവൻ രാവിലെ എഴുന്നേറ്റപ്പോൾ കാണുന്നത് എന്താണ്? ഹല്ലേലൂയ, ചുറ്റും അരാം പാളയം അടിച്ചിരിക്കുന്നു. സിറിയൻ ആർമി എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. അവൻ കാണുന്നത് മൊത്തം പടക്കുതിരകളും ഹല്ലേലൂയ അനേക സൈന്യങ്ങളും വളഞ്ഞു നിൽക്കുന്നത് കാണുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ കണ്ണിൻ്റെ കാഴ്ച തുറക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ എന്താണ് ഹല്ലേലൂയ ഏലിശ കണ്ടത്? എന്താണ്? ഏലിശ അതൊന്നും കണ്ടില്ല. ഹല്ലേലൂയ. അവിടെ ഉണ്ട് ഹല്ലേലൂയ, പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. അവൻ ആ പ്രശ്നത്തിൻ്റെ വലിയ ദൃഷ്ടൊന്നുമല്ല അവിടെ പറഞ്ഞത്. അവൻ പറഞ്ഞു ഹല്ലേലൂയ, എന്തോ അവൻ പറഞ്ഞത്? നീ പേടിക്കണ്ട. ഹല്ലേലൂയ. നമ്മളോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. നമുക്കെല്ലാവർക്കും ഒന്ന് കൈയുയർത്തി പറയാം: എന്നോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളതിനേക്കാൾ അധികം. ഹല്ലേലൂയ. വലിയവനും ശക്തിമാനുമായ ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ കുതിരകളും ദൈവത്തിൻ്റെ പടകളും അഗ്നി അശ്വങ്ങളും കണ്ടതായ പ്രവാചകനും മറ്റൊന്ന് കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഇങ്ങനല്ലേ? നമുക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, ശരീരത്തൊരു ക്യാൻസർ വന്നു, അല്ലെങ്കിൽ ഒരു മുഴ വന്നു, അല്ലെങ്കിൽ ഒരു ഡയബറ്റീസ് വന്നു, പ്രഷർ വന്നു, പല വിധത്തിലുള്ളതായ പ്രശ്നങ്ങൾ വന്നു. ഹല്ലേലൂയ. നമ്മളെല്ലാവരും എന്തുവാ ചെയ്യുന്നത്? ആദ്യം അതിനെയാണ് നോക്കുന്നത്. അയ്യോ, ഏത് ഡോക്ടറെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം നമ്മൾ നോക്കുന്ന ആരെയാ? ഏറ്റവും വലിയ ഡോക്ടർ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പൈതലെ, നമ്മുടെ ദൈവത്തിൻ്റെ മറ്റൊരു പേരെന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ജഹോവ റാഫ. റാഫ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എൻ്റെ സൗഖ്യദായകൻ എന്നല്ല, യഹോവ എൻ്റെ സൗഖ്യം എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. നിന്നെ ഓരോ ദിവസവും രോഗം വരാതെ തന്നെ പരിപാലിക്കുന്ന ദൈവത്തിനാണ് നീ എൻ്റെ സൗഖ്യമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആദ്യം നമ്മൾ ടൈൽനോൾ എടുക്കാൻ പോകും ഹെഡേക്ക് വരുമ്പോൾ, അല്ലേ? അതിന് പകരം കയ്യിൽ തലയിലോട്ട് വെച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഈ തലവേദന ഒന്ന് മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് തലവേദന വരാറില്ല, ദൈവത്തിന് മഹത്വം വരാതിരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. വന്നാൽ കിടന്നുറങ്ങണമെന്നാണ് അതിൻ്റെ സൈൻ. എനിക്ക് ഒത്തിരി അലച്ചിലുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒത്തിരി വർഷങ്ങളായിട്ടില്ല. ഹല്ലേലൂയ. 2020 കോവിഡ് വന്നപ്പോൾ എല്ലാവരും വാക്സിൻ്റെ പുറകെ പോയി. ആദ്യമായിട്ട് ലൈൻ നിൽക്കുന്നത് ദൈവമക്കളും ദൈവദാസന്മാരുമായിരുന്നു.
ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത് എടുക്കണ്ട. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, നിന്നെ പരിപാലിക്കാൻ ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ അത് കടന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രസംഗത്തിൻ്റെ അവസാന സമയം ഞാൻ ഒരു സ്റ്റാൻസ് ആ പാട്ട് ഞാൻ പാടും. അത് മറിയാമ്മേൻ്റിൽ നിന്നാണ് ആദ്യം ഞാനത് കേട്ടത്. ഞാൻ ഇതിനു വേണ്ടി വരുമ്പോൾ ദൈവാത്മാവിൻ്റെ പാട്ട് ആ ഉള്ളിലേക്ക് ഇടുവാനിടയായി. ഞാൻ പറഞ്ഞു, കർത്താവ് 20 മിനിറ്റിൽ എങ്ങനെ പാടും? കർത്താവ് എന്നോട് പറഞ്ഞു അത് പാടണമെന്ന്. അതുകൊണ്ട് ഒറ്റ ഒരു സെൻറ്റൻസ് മാത്രം ഞാൻ അത് ലാസ്റ്റിൽ പാടി പ്രാർത്ഥിക്കും. നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വരും. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ നിനക്ക് സൗഖ്യമുണ്ടാകും. ഇവിടെ ഞാൻ നിന്ന് കൈ വെച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മളുടെ കൈ തലയിൽ വെക്കുവാൻ കഴിവുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. നിന്റെ ആത്മീയ കണ്ണുകളൊന്ന് തുറക്കട്ടെ. ഈ പന്തലിന് ചുറ്റും ദൂതന്മാർ, ഹല്ലേലൂയ, അഗ്നിമയമായ ദൂതന്മാർ, ഹല്ലേലൂയ, അഗ്നിമയമായ കുതിരകൾ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഇവിടെ ഉലവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരും നിന്റെ മേൽ കൈവയ്ക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ പൈതലെ, നിന്റെ ശരീരത്തിന് വേദനയുണ്ടോ? നിന്റെ ശരീരത്തിന് മുഴയുണ്ടോ? നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ? ഇതൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ കണ്ണൊന്ന് തുറന്ന് നോക്കിയാൽ മതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാർ ഇവിടെയുണ്ട്. ദൈവ സാന്നിധ്യം ഇവിടെയുണ്ട്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വചനം കേൾക്കുമ്പോൾ സൗഖ്യം തരുന്ന ദൈവം, വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. ഹല്ലേലൂയ. നിന്റെ കാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹല്ലേലൂയ. കർത്താവ് ദാനിയേലിനോട് പറഞ്ഞു, ഇസക്കിയേലിനോട് പറഞ്ഞു, ആമോസിനോട് പറഞ്ഞു, ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞു ആണേ, ജെറമ്യാവിനോട് പറഞ്ഞു, ഐശയ്യായോട് പറഞ്ഞു, ഇവരോടെല്ലാം പറഞ്ഞു. ഹല്ലേലൂയ. മനുഷ്യപുത്ര, നീ എന്ത് കാണുന്നു? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? കർത്താവ് ചോദിക്കുകയാണ്, നീ എന്താ കാണുന്നതെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിനത് ഭയങ്കര വിഷയമുള്ള ഒരു കാര്യമാണ്. നീ എന്താണ് കാണുന്നത്? അതേ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പരിശോധനകളുണ്ട്. ഹല്ലേലൂയ. നീ അതാണോ കാണുന്നത്? അതിനേക്കാൾ അപ്പുറമായി ഹല്ലേലൂയ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണോ കാണുന്നത്? ഹല്ലേലൂയ. നിന്റെ ദൈവത്തിന് നിന്റെ ഈ വചനത്തോളം വലിപ്പമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനത്തിൽ മാത്രം നമ്മൾ ഡ്വെൽ ചെയ്യണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മളൊരു പ്രസംഗം കേട്ട് ഹല്ലേലൂയ കൈയടിച്ചിട്ട് ഇന്നത്തെ പ്രസംഗം നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് പോകുന്നവരല്ലേ? ഹല്ലേലൂയ. എന്നാൽ അതല്ല. ഓരോ മീറ്റിങ്ങിലും കടന്നു വരുമ്പോൾ ഞാൻ എവിടെ ഇപ്പം വല്ലയിടത്തുമൊക്കെ ആരെങ്കിലും എൻ്റെ ഫോട്ടോ ഇട്ടാൽ നമുക്ക് തന്നെ തടയാനൊക്കത്തില്ല. പക്ഷേ എൻ്റെതായ ഒരു കോൺഫറൻസ് ഞാൻ നടത്തുന്നുണ്ട്. നാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹീലിങ്ങിന് പ്രേയറിന് വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ അടുത്ത് തന്നെയാണ് ആ മീറ്റിംഗ്. ഒരു 1-2 മണിക്കൂർ ഞങ്ങൾ അതിനുവേണ്ടി സമയം ചെലവെടുത്തത്. ഞാൻ ഫ്ലയർ അടിക്കുമ്പോൾ എൻ്റെ പേരിടാറില്ല, എൻ്റെ ഫേസും ഇടാറില്ല. ഹല്ലേലൂയ. അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ എപ്പോഴും ഇടുന്ന ഒരു കാര്യമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവും മാതാവും ഒക്കെ കൺവെൻഷൻ നടക്കുമ്പോൾ ഇടുന്ന ഒരു വാക്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വാക്യമാണ്. എന്തുവാ? യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു, രാജാതിരാജാവായി വേഗം വരുന്നു. ഇതെല്ലാം സഭയിൽ നിന്ന് മാറിപ്പോയി. ഇന്ന് നമ്മുടെ ഹല്ലേലൂയ പേരും നമ്മുടെ ആ ടൈറ്റിലും ഇട്ടില്ലെങ്കിൽ എത്രയോ ആൾക്കാരാ മാഡാകുന്നതെന്നറിയാമോ? ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ഡോക്ടർ എന്ന് പറഞ്ഞില്ല, നിങ്ങൾ എന്നെ പാസ്റ്റർ എന്ന് പറഞ്ഞില്ല. എൻ്റെ ദൈവമക്കളെ, ഹല്ലേലൂയ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കർത്താതി കർത്താവും രാജാതി രാജാവും നമുക്ക് വേണ്ടി ജീവൻ തന്നവനും ഹല്ലേലൂയ നമ്മെ വീണ്ടെടുത്തവനുമായ ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ് നിന്നെ എന്നെയും വേർതിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ കണ്ണുകൊണ്ട് നീ എന്ത് കാണുന്നു? ഹല്ലേലൂയ. കണ്ണുകൊണ്ട് കാണുന്നതിന് ഹല്ലേലൂയ അത് വളരെ ആവശ്യമാണ്. ഈ വിഷൻ 2 പേർ ഒരു മുറി ഇരുന്നു. ഒരാൾ കണ്ടത് സൈന്യത്തെ, പക്ഷേ മറ്റൊരാൾ കണ്ടത് ദൈവികമായ ഹല്ലേലൂയ ഇടപെടലിനെ. ഇതായിരിക്കണം നമ്മുടെ കാഴ്ചയ്ക്ക് വ്യത്യാസം വരണം. നമ്മളുടെ കാഴ്ച മങ്ങിപ്പോകരുത്. കാഴ്ച മങ്ങിപ്പോയ ഏലിമാരാണ് ഇന്ന് മുഴുവനും കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. അവരുടെ കാഴ്ചകളൊക്കെ പല രീതിയിലായിപ്പോയി, പല കാര്യങ്ങൾക്ക് വേണ്ടി ആയിപ്പോയി. നിന്റെ എൻ്റെ കാഴ്ച മങ്ങിപ്പോകരുത്. നമ്മുടെ കാഴ്ച എപ്പോഴും ഹല്ലേലൂയ. ഞാൻ എപ്പോഴും വായിക്കുന്ന ഒരു വാക്യമുണ്ട്, പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണ് എവിടായി? അവൻ്റെ മേലായെന്ന്. ഹല്ലേലൂയ. ഇന്നിപ്പോൾ പ്രസംഗിക്കുന്നവരെല്ലാം പറഞ്ഞ് എന്നെ നോക്കിക്കോളാ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പഠിപ്പീരും എൻ്റെ പ്രസംഗവും അല്ലേ നോക്കാനല്ലേ പറയുന്നത്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ പള്ളിയിലിരുന്ന് എല്ലാവരുടെയും കണ്ണ് അന്ന് പതിഞ്ഞത് യേശുവിൻ്റെ മേലാണ്.
ഹല്ലേലൂയ. ദൈവജനം മടങ്ങി വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഒരു യഥാർത്ഥ ഫയറിന് വേണ്ടി, യഥാർത്ഥ തീക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്, യഥാർത്ഥ ഉണർവിന് വേണ്ടി ആഗ്രഹിക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ വസ്ത്രധാരണയും നമ്മൾ കാണുന്നത് ഇതൊന്നുമല്ല. ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായി നീ കടന്നു വരുമ്പോൾ നിന്റെ അധരങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം മാത്രമേ ഉണ്ടാകാവൂ. ഹല്ലേലൂയ. മറ്റൊന്നും ഉണ്ടാകരുത്. ഹല്ലേലൂയ. ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. ഹല്ലേലൂയ. അന്യ ദൈവങ്ങളെ ആരാധിപ്പാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാർ മുതൽ കൊടുത്തിറങ്ങിയതാണ്. എൻ്റെ അപ്പനും അമ്മയൊക്കെ വളരെ മുതൽ കൊടുത്തിറങ്ങിയാണ്. ഈ മറിയമ്മ ആൻറ്റി തമ്പിച്ചാനും ഒക്കെ മുതൽ കൊടുത്തിറങ്ങിയതാണ്. അവർ മുതൽ കൊടുത്തത് കൊണ്ടാണ് ഇന്നിങ്ങനെ നമുക്ക് ഇരിക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ഒരാൾ പ്രൈസ് കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ പൈതലെ ആ കാഴ്ചപ്പാട് മറന്നു പോകില്ല. ആ കാഴ്ചപ്പാട് വിട്ടുകളയല്ല. നിന്റെ കാഴ്ച യേശുവിലേക്കാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ആയിരിക്കാൻ തക്കോണം നമ്മുടെ കണ്ണുകളെ തുറക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ തന്നെ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ശരീരത്തിലൊരു തലവേദന വരുന്നത് നമ്മൾ ആദ്യം കാണുന്നത് എന്തുവാ? നമ്മുടെ തലവേദന. പിന്നെ അടുത്തത് കാണുന്നത് നമ്മൾ എന്തുവാ? നമ്മുടെ ടൈൽനോൾ അല്ലെങ്കിൽ ഇവിടെ പാരസെറ്റമോൾ എന്നവർ. ഹല്ലേലൂയ. അതാണ് നമ്മൾ ആദ്യം കാണുന്നത്. നടുവിന് വരുമ്പോൾ നമ്മൾ പോകുന്നത് അതാണ്. പക്ഷെ നിന്റെ കാഴ്ചയ്ക്കൊരു വ്യത്യാസം വരണം. അതല്ല കാണേണ്ടത്, നിന്നെ സൗഖ്യമാക്കുന്ന ഒരു യഹോവ. ഹല്ലേലൂയ. യഹോവ റാഫ, യഹോവ എൻ്റെ സൗഖ്യം. ഹല്ലേലൂയ. എല്ലാ ദിവസവും അത് 10 പ്രാവശ്യം പറയാമെങ്കിൽ പനിയും വരത്തില്ല, ഒന്നും വരത്തില്ല. ഇപ്പോൾ തന്നെ വേറെ വൈറസ് വരുന്നെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് എല്ലാവരും പേടിച്ചു നടക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ ജീവൻ, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പാണ്ഡത്തിൽ കെട്ടിവെച്ചിരിക്കുന്നതെന്നാ. എന്ന് പറഞ്ഞാൽ ഇത് അഴിച്ചു വിടണമെങ്കിൽ കർത്താവിന് മാത്രമേ സാധിക്കുള്ളൂ. നീ ഒരു ദൈവവൈതലാണോ? കൊറോണയല്ല, ഈ ലോകത്തിലെ HMD വൈറസ് അല്ല, ഏത് വന്നെന്ന് പറഞ്ഞാലും നിന്നെ ഒതുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് സമ്മതിക്കാതെ സാധിക്കില്ല. അതുകൊണ്ട് ഫിയറിൻ്റെ ആവശ്യമില്ല. നമുക്ക് തന്നിരിക്കുന്ന ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം തന്നിരിക്കുന്ന ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. ഹല്ലേലൂയ. ഭയം എല്ലാവരിൽ നിന്നും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് എഴുന്നേറ്റൊന്ന് പറഞ്ഞു നോക്കിക്കേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ ശരീരത്തോട് കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യഹോവയുടെ സൗഖ്യം, യഹോവയുടെ സന്തോഷം. നീ കാണുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, നീ കേൾക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, നീ പറയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹല്ലേലൂയ. നീ പറയേണ്ടത് വിശ്വാസത്തിൻ്റെ വാക്കുകളായിരിക്കണം. ഹല്ലേലൂയ. ഈ ക്യാൻസർ വന്ന് ഞാൻ മരിച്ചു പോകുമെന്നല്ല പറയേണ്ടത്. ഹല്ലേലൂയ. ഈ ക്യാൻസർ വന്നാലും ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. നീ വെള്ളത്തിൽ കൂടെ നടന്നാൽ എന്താ പറ്റും? വെള്ളം മുക്കിക്കളയല്ലേ? അയ്യോ ഞാനങ്ങ് മുങ്ങിപ്പോകും, അങ്ങനല്ലേ പറഞ്ഞേക്കുന്നേ? ആണോ? അല്ല. ഈ വെള്ളം എന്തോ നിന്നെ മുക്കിക്കളയത്തില്ല. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഉറക്കെന്ന് പറയും, ഈ വെള്ളം എന്നെ മുക്കിക്കളയത്തില്ല, ഈ ശോധന എന്നെ മുക്കിക്കളയത്തില്ല, ഇതിനകത്തുനിന്ന് ഞാൻ പുറത്തു വരും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പലരെയും ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ശരീരത്തിൻ്റെ മേൽ നടക്കുന്നതായ പൈശാചികമായ ദുഷ്ടൻ്റെതായ പ്രവർത്തനങ്ങളെല്ലാം മാറിപ്പോകുന്ന സ്ഥലമാണ് ദൈവത്തിൻ്റെ സന്നിധി. ദൈവത്തിൻ്റെ ജനങ്ങൾ ഒന്നിച്ച് കൂടി വന്ന് ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ ഇറങ്ങുവാൻ തക്കൊണ്ടിടയാവും. ഇവിടെ ഓൾറെഡി പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആ ആൻറ്റി പറഞ്ഞ പാട്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഹല്ലേലൂയ. ഒത്തിരി പറയാനുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ ഒത്തിരി പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എഴുതിക്കൊണ്ട് വന്ന് 10 പോയിന്റ് പ്രസംഗിക്കാറുമില്ല സാധാരണ. ഇത് തന്നെ ഞാനിപ്പോൾ സമയത്തിൻ്റെ ഇതുകൊണ്ട് മാത്രം ഞാനൊരു പോയിന്റ്സ് എഴുതിയിട്ടതേ ഉള്ളൂ. ഹല്ലേലൂയ. ബുക്ക് നോക്കി പ്രസംഗിക്കുന്ന ആളല്ല. പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നോ അത് പറയുക. ഹല്ലേലൂയ. നമ്മൾക്ക് ഹല്ലേലൂയ ദൈവത്തിൻ്റെ നാമമാണ് മഹത്വപ്പെടേണ്ടത്. ദൈവത്തിൻ്റെ ജനത്തിനാണ് വിടുതൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഈ പാട്ടിൻ്റെ ഒരു അടി പാടുന്നു. ആ പാട്ട് പാടുമ്പോൾ ഹല്ലേലൂയ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ 2 സ്റ്റാൻസ മാത്രമേ ഉള്ളൂ. ഈ ദൈവം എൻ്റെ ദൈവം. നിൻ്റെ ഹൃദയത്തിലേക്ക് കൈവച്ചിട്ട് നിൻ്റെ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിനക്ക് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവേ നീ എന്നെ കഴുകണമേ, നിൻ്റെ സ്നേഹബന്ധത്തിൽ എന്നെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവർ ആ 2 സ്റ്റാൻസ പാടുമ്പോൾ ഹല്ലേലൂയ നമുക്ക് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാം ഹല്ലേലൂയ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ആമേൻ. കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറയാം. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ഒന്നുകൂടെ. ഓ ഈ ദൈവം എൻ്റെ ദൈവം,
മാറില്ലവൻ മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ. ഈ ദൈവം എന്റെ ദൈവം, കരങ്ങൾ ഉയർത്തി പാടാം. ഓ ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽക്കാലം നിന്റെ സന്നിധാനത്തിൽ അറിയാൻ കടന്നു വരുവാൻ ദൈവം ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കാഴ്ചപ്പാടുകളൊന്ന് മാറുവാൻ ദൈവമേ നീ ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ശാരീരികമായി വിടുതൽ ആവശ്യമുള്ള നിന്റെ ജനത്തിനു വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ ഇറങ്ങിയിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാനവും മഹത്വം ഞങ്ങൾ അങ്ങേക്ക് നൽകി തരികയാണ്. എല്ലാ വേദനകളും വിട്ടുമാറട്ടെ, എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ ഹല്ലേലൂയ പ്രത്യാശയില്ലാത്ത വാക്കുകൾ മാറിപ്പോകട്ടെ, എല്ലാ ദേഷ്യങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ വാശികളും മാറിപ്പോകട്ടെ, എല്ലാ വൈരാഗ്യങ്ങളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഹല്ലേലൂയ സൗഖ്യം പ്രഖ്യാപിക്കുകയാണ്. ദൈവമേ നീ ഞങ്ങളുടെ മേൽ വാഴുന്നതിനാൽ സ്തോത്രം. നീ ഞങ്ങൾക്ക് രാജാതിരാജാവായി കൂടെയുള്ളതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ യഹോവ റാഫയായി ഞങ്ങളുടെ മേലുള്ളതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നൽകുന്ന വിടുതലിനായി സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദേടുകേട്ട് ഉത്തരം മറലുമാറാകണമേ. ആമേൻ.